പാരീസ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഫാഷനബിൾ ആയ സിറ്റി എന്നാണ് അല്ലേ? ഫാഷന്റെ ഉത്ഭവം എല്ലാം അവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഫാഷൻ മാത്രമല്ല, ഏറ്റവും നൂതനമായിട്ടുള്ള കൺസ്ട്രക്ഷൻ നിർമ്മിതി, പ്രത്യേകിച്ച് ഈഫിൽ ടവർ ഒക്കെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ 100 വർഷത്തിന് ശേഷമാണ് പാരീസിലേക്ക് ഒളിമ്പിക്സ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എന്താണ് പറയുക, ഒരിക്കലും മറക്കാനാവാത്ത വിധം വലിയ ആഘോഷവും ഉത്സവവും ഒക്കെ ആക്കി മാറ്റുകയാണ് പാരീസിലെ ആൾക്കാർ. അതെ, പാരീസ് ഒളിമ്പിക്സിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. സിറ്റി ഓഫ് ലൈറ്റ്, ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിന്റെ വിളിപ്പേര. ഇനിയുള്ള 17 ദിവസക്കാലം പാരീസിന്റെ പ്രഭാവലയത്തിലായിരിക്കും കായിക ലോകം. പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഇത് 3-ാം തവണ. 1900, 1924, ഇപ്പോൾ 2024. ലണ്ടന് ശേഷം 3 തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന 2ാം നഗരമാണ് പാരീസ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ ബാരൻ പിയറി ഡി കുബട്ടിന്റെ ജന്മനാട്ടിൽ ഗെയിംസ് തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 206 രാജ്യങ്ങളിൽ നിന്നായുള്ള 10,500 കായിക താരങ്ങളാണ് മഹാമേളയിൽ മാറ്റുരയ്ക്കുക. 1900 ഒളിമ്പിക്സിലെ വനിതാ പ്രാതിനിധ്യത്തിന് തുടക്കം കുറിച്ച പാരീസ് ഇത്തവണ ലിംഗസമത്വ ഒളിമ്പിക്സ് എന്ന പേരിലാണ് ചരിത്രം എഴുതുന്നത്. 50:50 എന്നതാണ് ഇത്തവണത്തെ സ്ത്രീ പുരുഷ അനുപാതം. സാങ്കേതിക ഉദ്യോഗസ്ഥരിലെ വനിതകളുടെ എണ്ണം 40% ഉയർത്തിയിട്ടുണ്ട് ഇത്തവണ. പാരീസ് നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള 16 വേദികളിലായാണ് മത്സരങ്ങൾ. സ്റ്റാഡെ ഡി ഫ്രാൻസ് ആണ് പ്രധാന വേദി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് വേദിയാവുന്ന റോളൻ ഗാരോസ് മുതൽ സെൻ നദിയിൽ വരെ മത്സരങ്ങൾ നടക്കും. 32 ഇനങ്ങളിലായി 329 മത്സരങ്ങൾ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ. ബ്രേക്ക് ഡാൻസ് ആണ് അരങ്ങേറ്റം കുറിക്കുന്ന മത്സര ഇനം. എന്നും പുതുമകളെ സ്വീകരിച്ച നഗരമാണ് പാരീസ്. ഒളിമ്പിക്സിലും അതിൽ മാറ്റമില്ല. ഒളിമ്പിക്സിന്റെ 128 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റേഡിയത്തിന് പുറത്തു നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 3 ലക്ഷം പേരുടെ സാന്നിധ്യവുമായി കാണികളുടെ എണ്ണത്തിലും റെക്കോർഡിടും പാരീസ്. സെൻ നദിയാണ് ഉദ്ഘാടന ചടങ്ങിന്റെ പ്രധാന ആകർഷണം. നദിയിൽ ബോട്ടിൽ കയറിയായിരിക്കും താരങ്ങളുടെ മാർച്ച് പാസ്റ്റ്. ഇത്തവണയും ആരായിരിക്കും ഒളിമ്പിക് ദീപം തെളിയിക്കുക എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. ഇന്ത്യൻ പ്രതീക്ഷകളുമായി 117 താരങ്ങളാണ് പാരീസിൽ മത്സരിക്കുന്നത്. 16 മത്സരങ്ങളിലാണ് ഇന്ത്യൻ പ്രാതിനിധ്യം. 7 മലയാളികളും ഇന്ത്യൻ സംഘത്തിലുണ്ട്. അപ്പോൾ ലോകത്തിന്റെ കണ്ണും മനസ്സും എല്ലാം പാരീസിലേക്ക് ചുരുങ്ങുകയാണ്. 33ാമത് ഒളിമ്പിക്സിന് തുടക്കമായി എന്നാണ് തോന്നുന്നത്. ഔദ്യോഗിക ഉദ്ഘാടനം റിപ്പോർട്ടുകൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ മാർച്ച് പാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു.